നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കണ്ണൂർ കൈതപ്രത്തെ ഓട്ടോ ഡ്രൈവർ രാധാകൃഷ്ണന്റെ കൊലപാതകം പ്രതി സന്തോഷിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് പോലീസ് കോടതിയിൽ അപേക്ഷ സമർപ്പിക്കും. കൂടുതൽ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. പ്രവാസി വ്യവസായി പള്ളിക്കര പൂച്ചക്കാട്ടെ MC അബ്ദുൽ ഗഫൂർ ഹാജിയുടെ കൊലപാതകം റിമാൻഡിലുള്ള 7ാം പ്രതിയുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. പൂച്ചക്കാട് സ്വദേശി സൈഫുദ്ദീൻ ബാദുഷയുടെ ജാമ്യാപേക്ഷയാണ് ഹൈക്കോടതി തള്ളിയത്. വനനീരിനായി കൈകോർത്ത് കാസർകോട്ടെ പത്രപ്രവർത്തകരും. വനത്തിനകത്ത് മൃഗങ്ങൾക്ക് കുടിവെള്ളം ഒരുക്കാൻ ചെറുബണ്ട് തീർത്താണ് കാസർകോട്ടെ മാധ്യമപ്രവർത്തകർ മാതൃകയായത്. റംസാൻ മാസത്തിൽ സ്നേഹത്തിന്റെ സന്ദേശം നൽകി കാഞ്ഞങ്ങാട് നഗരസഭ ഇഫ്താർ സംഗമവും സമൂഹ നോമ്പുതുറയും സംഘടിപ്പിച്ചു. പുതിയ കോട്ട TB റോഡിലുള്ള കെൻസ് ഹോട്ടൽ ഓഡിറ്റോറിയത്തിലാണ് ഇഫ്താർ സംഗമം നടത്തിയത്. വലിയ പറമ്പ് ഇടയിലക്കാട്ടിലെ പ്രധാന പാതയിൽ ഇരുചക്ര വാഹനങ്ങളെ വീഴ്ത്തുന്ന തരത്തിൽ ഇളകിത്തെറിച്ച കരിങ്കൽ ചീളുകൾ നീക്കി അരികുറപ്പിച്ച് അധികൃതർ. സിറ്റി ചാനൽ ന്യൂസ് നൽകിയ വാർത്തയെ തുടർന്നാണ് നടപടി. മയക്കുമരുന്ന് മാഫിയകളെ തുറങ്കിലടക്കുക എന്ന ആവശ്യവുമായി BJP നീലേശ്വരം മണ്ഡലം കമ്മിറ്റി നൈറ്റ് മാർച്ച് നടത്തി. മണ്ഡലം ജനറൽ സെക്രട്ടറി രാജീവൻ ചീമേനി ഉദ്ഘാടനം ചെയ്തു. നാഷണൽ ക്വാളിറ്റി അഷ്യൂറൻസ് സ്റ്റാൻഡേർഡ് അംഗീകാരം 2ാം തവണയും നേടി വലിയപറമ്പ് കുടുംബാരോഗ്യ കേന്ദ്രം. ഇത്തവണ ജില്ലയിൽ ഏറ്റവും കൂടുതൽ സ്കോർ നേടിയാണ് NQS സ്വന്തമാക്കിയത്. സ്വാതന്ത്ര്യ കർഷക സംഘം കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഹജ്ജ് പഠന ക്ലാസ് സംഘടിപ്പിച്ചു. സ്വാതന്ത്ര്യ കർഷക സംഘം സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി C മുഹമ്മദ് കുഞ്ഞി ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കണ്ണൂർ കൈതപ്രത്തെ ഓട്ടോ ഡ്രൈവർ രാധാകൃഷ്ണന്റെ കൊലപാതകം പ്രതി സന്തോഷിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് പോലീസ് കോടതിയിൽ അപേക്ഷ സമർപ്പിക്കും. കൂടുതൽ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. കൊലപാതകത്തിന് ഉപയോഗിച്ച തോക്ക് കണ്ടെത്താനായത് കേസിൽ നിർണായകമായി. കൈതപ്രത്തെ ഗുഡ്സ് ഓട്ടോ ഡ്രൈവറായ രാധാകൃഷ്ണന്റെ കൊലപാതകം പ്രതി സന്തോഷിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് പോലീസ് കോടതിയിൽ അപേക്ഷ സമർപ്പിക്കും. പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനും ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുന്നതിന്റെയും ഭാഗമായാണ് നടപടി. രാധാകൃഷ്ണനെ കൊലപ്പെടുത്തുവാൻ ഉറച്ചാണ് എത്തിയതെന്നാണ് സന്തോഷിന്റെ മൊഴി. എന്നാൽ ദൃക്സാക്ഷികൾ ഇല്ലാത്ത കൊലപാതകമായതിനാൽ കൂടുതൽ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് ഇന്നലെ നടത്തിയ തെളിവെടുപ്പിൽ കേസിലെ നിർണായക തെളിവായ തോക്ക് കണ്ടെത്താനായി. കൊല്ലപ്പെട്ട രാധാകൃഷ്ണന്റെ ഭാര്യയും അമ്മയും താമസിക്കുന്ന വാടക വീട്ടിലെ വിറകുപുരയിൽ നിന്നാണ് തോക്ക് കണ്ടെത്തിയത്. കൃത്യം നടത്തിയതിനു ശേഷം പ്രതി തോക്ക് ഇവിടെ ഉപേക്ഷിച്ച് രക്ഷപ്പെടാനായിരുന്നു ശ്രമം. എന്നാൽ കൊലപാതകം നടന്ന ഇടത്ത് മൊബൈൽ ഫോൺ മറന്നുവെച്ചത് തിരിച്ചെടുക്കാൻ എത്തിയപ്പോഴായിരുന്നു പോലീസ് പിടിയിലാകുന്നത്. സംഭവ സമയത്ത് മദ്യലഹരിയിലായിരുന്ന പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യാനായില്ല. കസ്റ്റഡിയിൽ ലഭിക്കുന്നതോടെ പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യും. 5 ദിവസത്തേക്കാണ് കസ്റ്റഡി ആവശ്യപ്പെടുക. വ്യാഴാഴ്ച വൈകിട്ട് 6:30യോടെയാണ് നിർമ്മാണം നടക്കുന്ന വീട്ടിൽ വെച്ച് രാധാകൃഷ്ണനെ സന്തോഷ് വെടിവെച്ച് കൊലപ്പെടുത്തിയത്. മരണകാരണം വെടിയുണ്ട ഹൃദയത്തിൽ തുളച്ചുകയറി എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. നാടൻ തോക്കുപയോഗിച്ചാണ് പ്രതി സന്തോഷ് വെടിയുതിർത്തത്. തോക്കും കത്തിയുമായാണ് പ്രതി സന്തോഷ് കൈതപ്രത്തെത്തിയത്. വെടിവെക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആക്രമിക്കാനാണ് കത്തി കയ്യിൽ കരുതിയത്. നിർമ്മാണത്തിലിരിക്കുന്ന വീട്ടിൽ രാധാകൃഷ്ണൻ എത്തുന്ന സമയം മനസ്സിലാക്കി ഒളിച്ചിരുന്നുവെന്നും സന്തോഷ് മൊഴി നൽകി. വീട്ടിലേക്ക് കയറി നിമിഷങ്ങൾക്കുള്ളിൽ വെടിയുതിർത്തു. രാധാകൃഷ്ണന്റെ ഫോണിൽ വിളിച്ച് പ്രതി നിരന്തരം ഭീഷണി മുഴക്കിയതായും കണ്ടെത്തി. സന്തോഷ് ഭീഷണിപ്പെടുത്തിയ വിവരം രാധാകൃഷ്ണൻ മകനെ അറിയിച്ചിരുന്നു. ഭാര്യയുമായുള്ള സൗഹൃദം വിലക്കിയത് പ്രകോപനമായെന്ന് ചോദ്യം ചെയ്യലിൽ സന്തോഷ് പോലീസിന് മൊഴി നൽകി. കൊല്ലപ്പെട്ട രാധാകൃഷ്ണന്റെ ഭാര്യയുമായുള്ള സൗഹൃദം തുടരാൻ കഴിയാത്തതിലെ വിരോധം കൊണ്ടാണ് കൊലപാതകമെന്നാണ് FIR. വീടിന്റെ നിർമ്മാണ കരാറിനെ ചൊല്ലി തർക്കങ്ങൾ ഉണ്ടായെന്നും വിവരമുണ്ട്. പയ്യന്നൂർ ഡിവൈഎസ്പിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. പ്രവാസി വ്യവസായി പള്ളിക്കര പൂച്ചക്കാട്ടെ MC അബ്ദുൽ ഗഫൂർ ഹാജിയുടെ കൊലപാതകം റിമാൻഡിലുള്ള 7ാം പ്രതിയുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. പൂച്ചക്കാട് സ്വദേശി സൈഫുദ്ദീൻ ബാദുഷയുടെ ജാമ്യാപേക്ഷയാണ് ഹൈക്കോടതി തള്ളിയത്. സൈഫുദ്ദീൻ ബാദുഷ കാസർഗോഡ് ജില്ലാ കോടതിയിൽ നേരത്തെ നൽകിയ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. പിന്നാലെയാണ് മേൽക്കോടതിയെ സമീപിച്ചത്.
പ്രവാസി വ്യവസായി പള്ളിക്കര പൂച്ചക്കാട്ടെ MC അബ്ദുൾ ഗഫൂർ ഹാജിയുടെ കൊലപാതകവും 596 പവൻ സ്വർണ്ണാഭരണങ്ങൾ കാണാതാവുകയും ചെയ്ത കേസിൽ റിമാൻഡിലുള്ള 7ാം പ്രതിയുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. പൂച്ചക്കാട് സ്വദേശി സൈഫുദ്ദീൻ ബാദുഷയുടെ ജാമ്യാപേക്ഷയാണ് ഹൈക്കോടതി തള്ളിയത്. സൈഫുദ്ദീൻ ബാദുഷ കാസർഗോഡ് ജില്ലാ കോടതിയിൽ നേരത്തെ നൽകിയ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. പിന്നാലെയാണ് ഹൈക്കോടതിയിൽ സമീപിച്ചത്. അന്വേഷണ സംഘത്തലവൻ DYSP KG ജോൺസണും സംഘവും 90 ദിവസത്തിനുള്ളിൽ പ്രതികൾക്കെതിരെ കുറ്റപത്രം നൽകിയത് മൂലം പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യത്തിനുള്ള വഴി നേരത്തെ അടഞ്ഞിരുന്നു. ഭൂരിഭാഗം പ്രതികളും ഇപ്പോഴും ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. 4ാം പ്രതി കൊല്ലയിലെ ആയിഷയ്ക്ക് കടുത്ത വ്യവസ്ഥകളോടെ ജില്ലാ കോടതി നേരത്തെ ജാമ്യം നൽകിയിരുന്നു. 3ാം പ്രതി അസ്തിഫയെ വയറുവേദനയെ തുടർന്ന് ജയിലിൽ നിന്നും കഴിഞ്ഞ ദിവസം ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. കേസിൽ 5ഉം 6ഉം പ്രതികളായ ഉവൈസ്, ഷമ്മാസ് എന്നിവർ വിദേശത്താണ്. ഇവരെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വനനീരിനായി കൈകോർത്ത് കാസർഗോട്ടെ പത്രപ്രവർത്തകരും. വനത്തിനകത്ത് മൃഗങ്ങൾക്ക് കുടിവെള്ളം ഒരുക്കാൻ ചെറുബണ്ടു തീർത്താണ് കാസർഗോട്ടെ മാധ്യമപ്രവർത്തകർ മാതൃകയായത്. ലോക വനദിനത്തിൽ വനത്തിനകത്ത് മൃഗങ്ങൾക്ക് കുടിവെള്ളമൊരുക്കാൻ ചെറുബണ്ട് തീർത്ത കാസർകോട്ടെ മാധ്യമപ്രവർത്തകർ. വന്യജീവി മനുഷ്യ സംഘർഷം രൂക്ഷമാക്കുന്ന പശ്ചാത്തലത്തിൽ വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന വനനീര് പദ്ധതിയിലാണ് കാസർഗോഡ് പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ മാധ്യമപ്രവർത്തകർ വനത്തിലെത്തിയത്. മുളിയാർ സംരക്ഷിത വനമേഖലയിലെ ചെറ്റത്തോടിലാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ ബണ്ട് പണിതത്. വനനീര് പദ്ധതിയിൽ 150 ചെറുതടയണകളാണ് വനം വകുപ്പ് ലക്ഷ്യമിടുന്നത്. വനത്തിനുള്ളിൽ കുടിവെള്ളവും ഭക്ഷണവും കിട്ടാതാകുമ്പോഴാണ് വന്യമൃഗങ്ങൾ കാടിറങ്ങുന്നത്. ഇതൊഴിവാക്കാനായാണ് വെള്ളം കെട്ടി നിർത്താനുള്ള വനനീര് പദ്ധതി നടപ്പാക്കുന്നത്. ഇതിനൊപ്പം ഫലവൃക്ഷ തൈകളും വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. വന്യജീവി മനുഷ്യ സംഘർഷങ്ങൾ നിരന്തരം വാർത്തകളിലൂടെ ജനങ്ങളിൽ എത്തിക്കുന്ന മാധ്യമപ്രവർത്തകർ വനം വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്കൊപ്പം കൈകോർത്തതിൽ സന്തോഷമുണ്ടെന്നും ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ K. അഷ്റഫ് പറഞ്ഞു. വനനീര് നമ്മുടെ ജില്ലയിൽ കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ്. അത് ബഹുമാനപ്പെട്ട വനവകുപ്പ് മന്ത്രി ജില്ലയിൽ നിന്ന് ഉദ്ഘാടനം ചെയ്തൊരു പരിപാടിയാണ്. നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിന്റെ ഫുഡ്, ഫോഡർ ആൻഡ് വാട്ടർ എന്നിട്ടുള്ളൊരു സ്റ്റേറ്റ് പദ്ധതിയുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗം തന്നെയാണ് ഇത് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ വേനൽക്കാലത്ത് വന്യജീവി സംഘർഷങ്ങൾ കുറക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗം എന്ന് പറഞ്ഞാൽ വനത്തിനകത്ത് വെള്ളം, ഭക്ഷണം ലഭ്യമാക്കുന്നതാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ വെള്ളം ലഭ്യമാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 100-ലധികം നമ്മൾ ചെക്ക് ഡാമുകളും ചെറിയ കുളങ്ങളൊക്കെ നമ്മൾ ജില്ലയിൽ നിർമ്മിച്ചിട്ടുണ്ട്. പിന്നെ ഇത്തരം ഒരു പ്രവൃത്തി നമ്മൾ പ്രസ് ക്ലബ്ബ് മുഖേനയാണ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഒരു സ്വമേധയായിട്ടുള്ള താല്പര്യത്തിന്റെ ഭാഗമായിക്കൊണ്ട്, കാരണം ഇത്തരം വാർത്തകളൊക്കെ പുറത്ത് കൊണ്ടുവരേണ്ടതും മനുഷ്യവന്യ സംഘർഷ ലഘൂകരണത്തിന് വേണ്ടിയിട്ട് കാര്യക്ഷമമായി പ്രവർത്തിക്കേണ്ട ഒരു വിഭാഗം എന്ന രൂപത്തിൽ തന്നെ പ്രസ് ക്ലബ്ബുകാർ ഇന്ന് ഇവിടെ വന്നുകൊണ്ട് അവരുടെ ഒരു പ്രവർത്തനം ചെയ്യുകയാണ്. 20ഓളം മാധ്യമപ്രവർത്തകരാണ് ഉൾക്കാട്ടിൽ തടയണ നിർമ്മാണം നടത്തിയത്. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് സിജു കണ്ണൻ, സെക്രട്ടറി പ്രദീപ് നാരായണൻ, പുരുഷോത്തമ പെർള, ഷൈജു പിലാത്തറ, രഞ്ജിത്ത് മന്നിപ്പാടി, KV പത്മേഷ് എന്നിവർ നേതൃത്വം നൽകി. റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ CV വിനോദ് കുമാർ, സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർമാരായ K. ബാബു, K. ജയകുമാർ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ സുനിൽ അഭിലാഷ്, അർജുൻ, RRTയിലെ രവീന്ദ്രൻ, സുധീഷ്, വാച്ചർമാർ തുടങ്ങിയവരും നിർമ്മാണത്തിൽ സഹായിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. റംസാൻ മാസത്തിൽ സ്നേഹത്തിന്റെ സന്ദേശം നൽകി കാഞ്ഞങ്ങാട് നഗരസഭ ഇഫ്താർ സംഗമവും സമൂഹ നോമ്പുതുറയും സംഘടിപ്പിച്ചു. പുതിയകോട്ട TB റോഡിലുള്ള കെൻസ് ഹോട്ടൽ ഓഡിറ്റോറിയത്തിലാണ് ഇഫ്താർ സംഗമം നടന്നത്. റംസാൻ മാസത്തിൽ സ്നേഹത്തിന്റെ സന്ദേശം നൽകി കാഞ്ഞങ്ങാട് നഗരസഭ ഇഫ്താർ സംഗമവും സമൂഹ നോമ്പുതുറയും സംഘടിപ്പിച്ചു. പുതിയകോട്ട TB റോഡിലുള്ള കെൻസ് ഹോട്ടൽ ഓഡിറ്റോറിയത്തിലാണ് ഇഫ്താർ സംഗമം നടന്നത്. കാഞ്ഞങ്ങാട് നഗരസഭ ചെയർപേഴ്സൺ KV സുജാത ടീച്ചർ അധ്യക്ഷത വഹിച്ചു. പുതിയകോട്ട ജുമാ മസ്ജിദ് ഖത്തീബ് അബ്ദുൾ അസീസ് റംസാൻ സന്ദേശം നൽകി. പ്രവാചകന്റെ ഒരു വാക്കുണ്ട്, നിങ്ങളുടെ നാവും അതുപോലെ നിങ്ങളുടെ മറ്റ് അവയവങ്ങളെ കൊണ്ടുള്ള ചീത്തയായ പ്രവർത്തനങ്ങൾ ഉപേക്ഷിച്ചിട്ടില്ലെങ്കിൽ വെറുതെ അന്നവും അതുപോലെ പാനീയവും ഉപേക്ഷിച്ചുകൊണ്ട് പട്ടിണി കിടക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അപ്പം നോമ്പെടുക്കുന്ന ആള് അവൻ നോമ്പെടുക്കലോടുകൂടെ ഒരു ഭക്ഷണ പാനാദികൾ ഉപേക്ഷിച്ചത് കൊണ്ടായില്ല, മറിച്ച് അവന്റെ നാവ് കൊണ്ടുള്ള ചീത്ത വാക്കുകളും ഹൃദയം കൊണ്ടുള്ള ദുർവിചാരങ്ങളും അതുപോലെ ഹൃദയ രോഗങ്ങളായ അസൂയയും പകയും വിദ്വേഷവും ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിൽ നിന്ന് ഒഴിവാക്കണം.
അഡ്വക്കേറ്റ് കെ രാജ്മോഹൻ, കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി ബാബു പെരിങ്ങോത്ത്, ഹോസ്ദുർഗ് ഇൻസ്പെക്ടർ പി അജിത് കുമാർ, വി ബാലകൃഷ്ണൻ, എം പ്രശാന്ത്, ഉദിനൂർ സുകുമാരൻ, കൃഷ്ണൻ പനങ്കാവിൽ, പി രാജു, പി മുഹമ്മദ് കുഞ്ഞി, പ്രമോദ് കരുവളം, ബഷീർ ആറങ്ങാടി, കാഞ്ഞങ്ങാട് മർച്ചന്റ് പ്രസിഡന്റ് അസീഫ്, കെ വത്സൻ തുടങ്ങിയവർ സംസാരിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ ബിൽട്ടക് അബ്ദുള്ള സ്വാഗതം പറഞ്ഞു. കാഞ്ഞങ്ങാട് നഗരത്തിലെ സാമൂഹിക, സാംസ്കാരിക, മത, രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖർ നോമ്പുതുറയിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വലിയ പറമ്പ് ഇടയിലക്കാട്ടിലെ പ്രധാന പാതയിൽ ഇരുചക്ര വാഹനങ്ങളെ വീഴ്ത്തുന്ന തരത്തിൽ ഇളകിത്തെറിച്ച കരിങ്കൽ ചീളുകൾ നീക്കി അരികുറപ്പിച്ച് അധികൃതർ. സിറ്റി ചാനൽ ന്യൂസ് നൽകിയ വാർത്തയെ തുടർന്നാണ് നടപടി. ഇടയിലക്കാട് ബണ്ട് കഴിഞ്ഞുള്ള 3 വളവുകളിലും കരിങ്കൽ ചീളുകൾ ഇളകിത്തെറിക്കാത്ത രീതിയിൽ ഉറപ്പിക്കുന്ന പ്രവൃത്തി തുടങ്ങിയിട്ടുണ്ട്. ടിപ്പർ ലോറികൾ, ബസ്സുകൾ തുടങ്ങി വലിയ വാഹനങ്ങൾ വളവിലൂടെ കടന്നു പോകുമ്പോൾ പുതുതായി അരികിൽ നിരത്തിയ കരിങ്കൽ ചീളുകൾ ഇളകി റോഡിലേക്ക് തെറിക്കുന്നത് മൂലം ദിവസങ്ങളായി ഇരുചക്ര വാഹനങ്ങൾക്ക് അപകട ഭീഷണി ഉയർന്നിരിക്കുകയാണ്. ഇത് ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ദിവസം സിറ്റി ചാനൽ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിനെ തുടർന്നാണ് റോളർ ഉപയോഗിച്ച് അരിക് ഉറപ്പിക്കുന്ന പ്രവൃത്തി ശനിയാഴ്ച ആരംഭിച്ചത്. ഇതിനുശേഷം കരിങ്കൽ ചീളുകൾ തെറിച്ചു പോവാതിരിക്കാൻ പ്രധാന വളവുകളിൽ താൽക്കാലികമായി അരികുകൾ ടാറിംഗ് നടത്തുമെന്ന് അധികൃതർ പറഞ്ഞു. കാസർഗോഡ് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തി ഇടയിലക്കാട് ബണ്ട് മുതൽ വലിയ പറമ്പ് പാലം വരെ മെക്കാഡ് ടാറിംഗ് നടത്തുന്നതിനുള്ള നടപടികൾ അന്തിമഘട്ടത്തിലാണ്. ഏതാണ്ട് 18-ൽ പരം വൈദ്യുത തൂണുകൾ റോഡിൽ നിന്നും മാറ്റി സ്ഥാപിച്ചു വേണം ടാറിംഗ് നടത്താൻ. ഉർമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ഒരിടവേള. Break the mold. Embrace your uniqueness. Unleash the extraordinary. Write your own story. One vow at a time. Celebrating Viva by Shobika Weddings. ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയായി. പൊന്നിന്മേക്കുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും. കണ്ണെഴുത്തുകോ പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം, കാഞ്ഞങ്ങാട്. വസ്ത്രവിസ്മയങ്ങളിലെ പുതുമകൾ കൊണ്ട് ജനമനസ്സുകൾ കീഴടക്കിയ കാഞ്ഞങ്ങാട് ഇമ്മാനുവൽ സിൽക്സ്. വ്യത്യസ്തങ്ങളായ പട്ടുസാരികൾ, വെഡ്ഡിംഗ് ഗൗണുകൾ, ലെഹങ്കകൾ, ലാച്ചകൾ തുടങ്ങിയവയുടെ വിസ്മയ കളക്ഷനുകളും. ഓരോ വധൂവരന്മാർക്കും അണിഞ്ഞൊരുങ്ങുവാൻ മനോഹരങ്ങളായ ബ്രൈഡൽ സാരികൾ, ബ്രൈഡൽ ഗൗണുകൾ, ബ്രൈഡൽ ലാച്ചകൾ, ഷെർവാണി, സൂട്ട്സ് തുടങ്ങിയവയുടെ വിപുലമായ ശ്രേണികൾ. ഇമ്മാനുവൽ സിൽക്സ്, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. വാർത്തകൾ തുടരുന്നു. മയക്കുമരുന്ന് മാഫിയകളെ തുറങ്കിൽ അടക്കുക എന്ന ആവശ്യവുമായി BJP നീലേശ്വരം മണ്ഡലം കമ്മിറ്റി നൈറ്റ് മാർച്ച് നടത്തി. മണ്ഡലം ജനറൽ സെക്രട്ടറി രാജീവൻ ചീമേനി ഉദ്ഘാടനം ചെയ്തു. കേരള സംസ്ഥാനത്തിനകത്ത് വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്ന് ലഹരി മാഫിയകളെ സംരക്ഷിക്കുന്ന പിണറായി സർക്കാരിനെതിരെ മയക്കുമരുന്ന് മാഫിയകളെ തുറങ്കിലടക്കുക എന്ന ആവശ്യവുമായി BJP നീലേശ്വരം മണ്ഡലം കമ്മിറ്റി നൈറ്റ് മാർച്ച് നടത്തി. BJP മണ്ഡലം കമ്മിറ്റി ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് നീലേശ്വരം മാർക്കറ്റ് ജംഗ്ഷനിൽ സമാപിച്ചു. മണ്ഡലം ജനറൽ സെക്രട്ടറി രാജീവൻ ചീമേനി നൈറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സംസ്ഥാനത്ത് ഈ അടുത്ത കാലങ്ങളിൽ വ്യാപകമായി വർദ്ധിച്ചു വരുന്ന
മയക്കുമരുന്നും കഞ്ചാവും അതുപോലെ തന്നെ ലഹരി ഉൽപ്പന്നങ്ങളുടെയും നിയന്ത്രണം സർക്കാർ ഉറപ്പുവരുത്തുക, അതുപോലെ തന്നെ ഇത്തരം ലഹരി പദാർത്ഥങ്ങൾ വിൽക്കുന്ന മാഫിയകളെ തുറങ്കിലടക്കുക എന്നുള്ള മുദ്രാവാക്യവുമായി നീലേശ്വരം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ നൈറ്റ് മാർച്ചാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. പ്രിയമുള്ളവരെ, നമുക്കറിയാം, രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മുടെ സംസ്ഥാനത്തിനകത്ത് സമസ്ത മേഖലകളിലും പരാജയം സംഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. മണ്ഡലം പ്രസിഡന്റ് സാഗർ ചാത്തമത്ത് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം ട്രഷറർ KP വിനോദ, മണ്ഡലം വൈസ് പ്രസിഡന്റ്മാരായ ജയരാജൻ പുതിയിലത്ത്, ഷിബു CH, അഡ്വക്കേറ്റ് രഞ്ജിത്ത്, മണ്ഡലം സെക്രട്ടറി P മോഹനൻ എന്നിവർ സംസാരിച്ചു. മണ്ഡലം ജനറൽ സെക്രട്ടറി AK ചന്ദ്രൻ സ്വാഗതവും മുനിസിപ്പൽ പ്രസിഡന്റ് PU വിജയകുമാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. നാഷണൽ ക്വാളിറ്റി അഷ്യൂറൻസ് സ്റ്റാൻഡേർഡ് അംഗീകാരം രണ്ടാം തവണയും നേടി വലിയപറമ്പ് കുടുംബാരോഗ്യ കേന്ദ്രം. ഇത്തവണ ജില്ലയിൽ ഏറ്റവും കൂടുതൽ സ്കോർ നേടിയാണ് NQS സ്വന്തമാക്കിയത്. 8 വിഭാഗങ്ങളിലായി 6500ഓളം ചെക്ക് പോയിന്റുകൾ വിലയിരുത്തിയാണ് ആശുപത്രിയെ ദേശീയ ഗുണനിലവാരത്തിലേക്ക് ഉയർത്തുന്നത്. പഠനക്കടപ്പുറത്ത് പ്രവർത്തിക്കുന്ന വലിയപറമ്പ് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് സ്കോർ മികവിൽ 1ാം സ്ഥാനം ലഭിച്ചു. ഇത് രണ്ടാം തവണയാണ് വലിയപറമ്പിന് NQS മികവ്. ലാബ്, ഫാർമസി, അഡ്മിനിസ്ട്രേഷൻ, OP വിഭാഗം, പ്രതിരോധ പ്രവർത്തനങ്ങൾ, പൊതുജനങ്ങളോടുള്ള ഇടപെടൽ തുടങ്ങി നിരവധി മാനദണ്ഡങ്ങളുടെ പരിശോധനയിലാണ് 95.73 സ്കോർ കുടുംബാരോഗ്യ കേന്ദ്രം നേടിയത്. 2025 മുതൽ 2028 വരെയുള്ള 3 വർഷക്കാലത്തേക്കാണ് ഈ അംഗീകാരം. ദേശീയ അംഗീകാരത്തിന്റെ മുന്നോടിയായി ജില്ലാ, സംസ്ഥാന ടീമുകളുടെ പരിശോധന നടത്തിയാണ് മാർക്ക് നൽകി പ്രഖ്യാപനം ഉണ്ടായത്. വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് വീണ്ടും ദേശീയ അംഗീകാരം ലഭിച്ചിരിക്കുകയാണ്. പഞ്ചായത്തിനെ സംബന്ധിച്ച്, തീരദേശ ജനതയെ സംബന്ധിച്ച് ഏറെ അഭിമാനകരമായിട്ടുള്ള മുഹൂർത്തമാണ്. വീണ്ടും നമ്മുടെ ജില്ലയിൽ ഈ ഒരു ദേശീയ പുരസ്കാരം ലഭിക്കുന്ന, NQS അവാർഡ് ലഭിക്കുന്ന പഞ്ചായത്താണ് വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത്. തീർച്ചയായിട്ടും ഇവിടുത്തെ ജീവനക്കാരുടെ ആത്മാർത്ഥമായിട്ടുള്ള സേവനം ഈ ഒരു അവാർഡിലേക്ക് നയിച്ചിട്ടുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങളുടെ പദ്ധതികളും അവയുടെ വിനിയോഗവും കൂടി പരിഗണിച്ചാണ് NQS ലഭിച്ചത്. വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തിന്റെ പൂർണ്ണ പിന്തുണയിൽ 25 ജീവനക്കാരും 15 ആശാവർക്കർമാരും ഉൾപ്പെടുന്ന മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീകുമാരൻ മോഹന്റെ നേതൃത്വത്തിലുള്ള കുടുംബാരോഗ്യ ടീം ഒത്തൊരുമിച്ചപ്പോഴാണ് വീണ്ടും അംഗീകാരം കടലൂർ പഞ്ചായത്തിനെ തേടിയെത്തിയത്. സ്വാതന്ത്ര്യ കർഷക സംഘം കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഹജ്ജ് പഠന ക്ലാസ് സംഘടിപ്പിച്ചു. സ്വാതന്ത്ര്യ കർഷക സംഘം സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി C മുഹമ്മദ് കുഞ്ഞി ഉദ്ഘാടനം ചെയ്തു. സ്വതന്ത്ര കർഷക സംഘം കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ഹജ്ജ് പഠന ക്ലാസ് സംഘടിപ്പിച്ചത്. സ്വതന്ത്ര കർഷക സംഘം സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി C മുഹമ്മദ് കുഞ്ഞി ഉദ്ഘാടനം നിർവഹിച്ചു. ആ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിലായിരിക്കണം നമ്മുടെ ചിന്തകളെല്ലാം ഉണ്ടാകേണ്ടത്. 2-3 കാര്യങ്ങൾ. ഒന്ന്, നമ്മൾ തവാഫിന് പോകും. ഹജ്ജ് കമ്മിറ്റി മുഖേനയാണെങ്കിൽ അതിന്റെ മുത്തഫിഖ് ഉണ്ടാകും. സാധാരണ ഒരു ഫ്ലൈറ്റിൽ പോയി കഴിഞ്ഞാൽ ആ ഫ്ലൈറ്റിലുള്ള ആളുകളായിരിക്കും ഒരു കെട്ടിടത്തിലുണ്ടാകുക. അബൂബക്കർ ഹാജി അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി പാലാട്ട് ഇബ്രാഹിം ഹാജി ആമുഖ പ്രഭാഷണം നടത്തി. നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി M ഇബ്രാഹിം സ്വാഗതം പറഞ്ഞു. ഹജ്ജ് ട്രെയിനർ സൈനുദ്ദീൻ കോട്ടപ്പുറം, OP അബ്ദുള്ള സഖാഫി എന്നിവർ ക്ലാസ് എടുത്തു. സ്വതന്ത്ര കർഷക സംഘം സംസ്ഥാന സമ്മേളനത്തിന്റെ ജില്ലാതല ഫണ്ട് ശേഖരണത്തിന്റെ ഉദ്ഘാടനം നടന്നു. സംസ്ഥാന കൌൺസിൽ അംഗം ബേർക്ക അബ്ദുള്ള കുഞ്ഞിയിൽ നിന്നും ജില്ലാ സ്വാഗത സംഘം ചെയർമാൻ മുനീർ ഹാജി ഫണ്ട് ഏറ്റുവാങ്ങി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബ്ദുള്ള കുഞ്ഞി ഹാജി, സംയുക്ത ജമാഅത്ത് പ്രസിഡന്റ് C കുഞ്ഞാമത് ഹാജി പാലക്കി, കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് ബഷീർ വെള്ളിക്കോത്ത്, അബൂബക്കർ എടനീർ, A ഹമീദ് ഹാജി, മച്ചമ്പാടി ഹമീദ്, അബ്ദുള്ള ഹാജി ഉദുമ, A അബ്ദുള്ള, ഖദീജ ഹമീദ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഒരിടവേള. മൻസൂർ ഹോസ്പിറ്റൽ 2 ദശാബ്ദക്കാലം ഉത്തര മലബാറിലെ ആരോഗ്യരംഗത്ത് പ്രൊഫഷണൽ എത്തിക്സിന്റെ മൂല്യങ്ങളുമായി ജനമനസ്സുകളുടെ ഹൃദയത്തുടിപ്പായി മാറിയ മൻസൂർ ഹോസ്പിറ്റൽ കൂടുതൽ സജ്ജീകരണങ്ങളുമായി എന്നും മുൻപന്തിയിൽ തന്നെ. വെൽ എക്സ്പീരിയൻസ്ഡ് ആൻഡ് ഹൈലി ക്വാളിഫൈഡ് ഡോക്ടേഴ്സ്, 100% ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തി അണുവിമുക്ത ഉപകരണങ്ങളുമായി അത്യാധുനിക പ്രസവ ബ്ലോക്ക്, ICU, നിയോനാറ്റൽ ICU, ലാബ്,
medical store, and most modern operation theatre. Fully furnished AC and non-AC rooms with affordable rate. സേവന തത്പരരും അർപ്പണ മനോഭാവമുള്ള കരുത്തുറ്റ മാനേജ്മെന്റ്. മൻസൂർ ഹോസ്പിറ്റൽ ആൻഡ് സ്കൂൾ ഓഫ് നഴ്സിംഗ്, കാഞ്ഞങ്ങാട്. ഫോൺ 0467220270. 7 lines. മൻസൂർ ഹോസ്പിറ്റൽ. Dedication, determination and dignity. കാഞ്ഞങ്ങാട് DNG ഫർണിച്ചറിൽ ആനിവേഴ്സറി സ്പെഷ്യൽ ബിഗ് സെയിൽ ജനുവരി 10 മുതൽ ഫെബ്രുവരി 10 വരെ. മലബാറിന്റെ പ്രൗഢിക്ക് മാറ്റുകൂട്ടുന്ന ഉത്തര മലബാറിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂമായ DNG ഫർണിച്ചറിൽ ആനിവേഴ്സറി സെയിലിന്റെ ഭാഗമായി 50% വരെ ഡിസ്കൗണ്ട്. ഇഷ്ട ഫർണിച്ചർ തടസ്സങ്ങളില്ലാതെ വാങ്ങാൻ ഈസി EMI സൗകര്യം. പഴയ ബെഡ് മാറ്റി പുതിയത് വാങ്ങാൻ മെഗാ എക്സ്ചേഞ്ച് ഓഫർ. ഓരോ 10,000 രൂപയുടെ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ. ആനിവേഴ്സറി സ്പെഷ്യൽ ഗിവവേയിൽ പങ്കെടുക്കാൻ 9605858326 എന്ന വാട്സ്ആപ്പ് നമ്പറിൽ DNG എന്ന് മെസ്സേജ് ചെയ്യുക. നിർദ്ദേശങ്ങൾ പാലിക്കുക. നാലിന്റെ നിറവിൽ നാടിതുവരെ കാണാത്ത തകർപ്പൻ ഓഫറുമായി DNG ഫർണിച്ചർ, കാഞ്ഞങ്ങാട്. വാർത്തകൾ തുടരുന്നു. UAE KMCC ആവിയിൽ ശാഖാ കമ്മിറ്റിയുടെ ചികിത്സാ സഹായം കൈമാറി. ജില്ലാ മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് NA ഖാലിദ് ഉദ്ഘാടനം നിർവഹിച്ചു. UAE KMCC ആവിയിൽ ശാഖാ കമ്മിറ്റിയുടെ ചികിത്സാ സഹായം രക്ഷാധികാരി ഇബ്രാഹിം ഹാജി കാസർഗോഡ് ജില്ലാ മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് NA ഖാലിദിന് കൈമാറി. പാർട്ടി പ്രവർത്തകന്മാർ, KMCC പ്രവർത്തകർ അവരുടെ സ്വരൂപിച്ചുകൊണ്ട് ഇത്തരമൊരു സഹായം UAE ആവിയിൽ ശാഖാ കമ്മിറ്റിയുടെ സഹായം വിതരണം ചെയ്തത്. അപ്പോൾ നമുക്കറിയാവുന്നത് പോലെ തന്നെ യാതൊരു പ്രതിഫലത്തിനും ഇച്ഛിച്ചിട്ടല്ല ചെയ്യുന്നത്. അല്ലാഹുവിൻ്റെ പ്രീതി കാക്ഷിച്ചുകൊണ്ട് മാത്രം അവർ കിട്ടുന്ന തുച്ഛമായ ശമ്പളത്തിൽ എടുത്ത് വെച്ചുകൊണ്ട് തന്നെയാണ് സ്വരൂപിച്ച് 10-15 ആളുകൾക്ക് ലോക ശ്രമത്തിന് വേണ്ടിയുള്ള നമുക്കൊരു കൈത്താങ്ങായിട്ടാണ് ചെയ്തത്. ചടങ്ങിൽ കോർഡിനേറ്റർ ഇബ്രാഹിം പള്ളിക്കര അധ്യക്ഷത വഹിച്ചു. വാർഡ് പ്രസിഡന്റ് MK ഹമീദ്, ജനറൽ സെക്രട്ടറി ഗഫൂർ മുറിയണാവി, വാർഡ് കൗൺസിലർ റസിയ ഗഫൂർ, യൂസഫ് ഹാജി, KH മുഹമ്മദ് കുഞ്ഞി വെളുമാട, ജബ്ബാർ, നാസർ ഖത്തർ, ഹക്കിമാവി, ഷഫ്രാസ് അബുദാബി എന്നിവർ സംസാരിച്ചു. ഷെരീഫ് മൗലവി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. ഷംസുദ്ദീൻ ആവിയിൽ സ്വാഗതവും അൻസാർ അബുദാബി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മരക്കാപ്പ് ഗവൺമെന്റ് ഫിഷറീസ് ഹൈസ്കൂളിൽ ഇഫ്താർ സംഗമവും ലഹരി വിരുദ്ധ ക്ലാസും നടന്നു. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ഉദ്ഘാടനം നിർവഹിച്ചു. മരക്കാപ്പ് ഗവൺമെന്റ് ഫിഷറീസ് ഹൈസ്കൂളിൽ ഇഫ്താർ സംഗമവും ലഹരി വിരുദ്ധ ക്ലാസും സംഘടിപ്പിച്ചു. വാർഡ് കൗൺസിലർ KK ബാബുവിന്റെ അധ്യക്ഷതയിൽ കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ഉദ്ഘാടനം നിർവഹിച്ചു. അത് ആണ് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത്. കാരണം ഓരോ ദിവസവും ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ കുറച്ചു കാലം മുൻപ് വരെ വലിയ നഗരങ്ങളിൽ മാത്രം കണ്ടിരുന്ന ലഹരി വസ്തുക്കളുടെ വിതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഉപയോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെയുള്ള സംഭവങ്ങൾ നമ്മുടെ നാട്ടിൻ പുറത്തു കൂടി സാധാരണ രൂപത്തിലേക്ക് അല്ലെങ്കിൽ ഒരു അതിശയമില്ലാത്ത രൂപത്തിലേക്ക് നിത്യസംഭവമായി മാറുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത്. ഹോസ്ദുർഗ് DYSP ബാബു പെരിങ്ങേത്ത് ലഹരി വിരുദ്ധ ക്ലാസ് എടുത്തു. സ്കൂൾ വികസന സമിതി ചെയർമാൻ മുഹമ്മദ് കുഞ്ഞി മാസ്റ്റർ, സ്കൂൾ സീനിയർ അസിസ്റ്റന്റ് സതീശൻ മാസ്റ്റർ, PTA പ്രസിഡന്റ് അനിൽ പള്ളിക്കണ്ടം, SMC ചെയർമാൻ പ്രദീപൻ, മദർ PTA പ്രസിഡന്റ് വിനീത, വാർഡ് കൗൺസിലർമാരായ VV ശോഭ, രവീന്ദ്രൻ, വിനയരാജ് ഹോസ്ദുർഗ്, ജനമൈത്രി ഓഫീസർ പ്രദീപൻ കോതോളി, തൃക്കരിപ്പൂർ കോസ്റ്റൽ പോലീസ് ബീറ്റ് ഓഫീസർ ജോഷിത്, പ്രോഗ്രാം കോർഡിനേറ്റർമാരായ മഹമ്മൂദ് കോട്ടായി, ശരത് മരക്കാപ്പ് തുടങ്ങിയവർ സംസാരിച്ചു. സിയാർത്തിങ്കര ജമാഅത്ത് പ്രസിഡന്റ് അഷ്റഫി മൗലവി, മരക്കാപ്പ് മൂകാംബികാദേവി ക്ഷേത്ര സെക്രട്ടറി സുരേഷ്, മരക്കാപ്പ് ദണ്ഡൻ ദേവസ്ഥാന സെക്രട്ടറി രതീഷ് തുടങ്ങിയവർ സംസാരിച്ചു. സ്കൂൾ അധ്യാപകർ, വികസന സമിതി, PTA, മദർ PTA, SMC, പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ തുടങ്ങിയ കമ്മിറ്റി ഭാരവാഹികളും 400ഓളം നാട്ടുകാരും പരിപാടിയിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അതിയാമ്പൂർ ബാലബോധിനി വായനശാല ആൻഡ് ഗ്രന്ഥാലയം EMS AKG അനുസ്മരണം സംഘടിപ്പിച്ചു. ബാലബോധിനി അങ്കണത്തിൽ വച്ചാണ് അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചത്. അതിയാമ്പൂർ ബാലബോധിനി വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിലാണ് EMS AKG അനുസ്മരണം സംഘടിപ്പിച്ചത്. ബാലബോധിനി അങ്കണത്തിൽ വെച്ചായിരുന്നു അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചത്. CPIM കാസർഗോഡ് ജില്ലാ സെക്രട്ടറി M രാജഗോപാലൻ MLA അനുസ്മരണ പ്രഭാഷണം നടത്തി. അവരെ ചേർത്ത് പിടിക്കും. അവർക്കെതിരെ അനീതി കാട്ടുന്നവരാരായാലും അനീതിക്കെതിരെ കലാപമുയർത്താൻ, സിംഹഗർജനമുയർത്താൻ AKG പോർനിലങ്ങളിലുണ്ടാകും.
അങ്ങനെയാണ് പല ചുരുളി കീരിത്തോട് സമരം, അമരാവതി സത്യാഗ്രഹം, പഞ്ചാബിലെ നിരവധി സമരമുഖങ്ങൾ, അങ്ങനെ ഇന്ത്യയിലാകമാനം വിവിധ സംസ്ഥാനങ്ങളിലും വിവിധ പ്രദേശങ്ങളിലുമെല്ലാം മണ്ണിൽ അധ്വാനിക്കുന്ന കർഷക തൊഴിലാളിയും കൃഷിക്കാരനും നടത്തിയ പോരാട്ടങ്ങളിലെല്ലാം ഉച്ചനീചത്വങ്ങൾക്കെതിരെ, അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരായുള്ള പോരാട്ടത്തിൽ അഡ്വക്കേറ്റ് കെ രാജ്മോഹനൻ, നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത, എം രാഘവൻ, അഡ്വക്കേറ്റ് പി അപ്പുകുട്ടൻ, കാറ്റാടി കുമാരൻ, എം സേതു എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കണ്ണൂർ കൈതപ്രത്തെ ഓട്ടോ ഡ്രൈവർ രാധാകൃഷ്ണന്റെ കൊലപാതകം പ്രതി സന്തോഷിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് പോലീസ് കോടതിയിൽ അപേക്ഷ സമർപ്പിക്കും. കൂടുതൽ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. പ്രവാസി വ്യവസായി പള്ളിക്കര പൂച്ചക്കാട്ടെ MC അബ്ദുൽ ഗഫൂർ ഹാജിയുടെ കൊലപാതകം റിമാൻഡിലുള്ള 7ാം പ്രതിയുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. പൂച്ചക്കാട് സ്വദേശി സൈഫുദ്ദീൻ ബാദുഷയുടെ ജാമ്യാപേക്ഷയാണ് ഹൈക്കോടതി തള്ളിയത്. വനനീരിനായി കൈകോർത്ത് കാസർഗോട്ടെ പത്രപ്രവർത്തകരും. വനത്തിനകത്ത് മൃഗങ്ങൾക്ക് കുടിവെള്ളം ഒരുക്കാൻ ചെറുബണ്ട് തീർത്താണ് കാസർഗോട്ടെ മാധ്യമപ്രവർത്തകർ മാതൃകയായത്. റംസാൻ മാസത്തിൽ സ്നേഹത്തിന്റെ സന്ദേശം നൽകി കാഞ്ഞങ്ങാട് നഗരസഭ ഇഫ്താർ സംഗമവും സമൂഹ നോമ്പുതുറയും സംഘടിപ്പിച്ചു. പുതിയകോട്ട TB റോഡിലുള്ള കെൻസ് ഹോട്ടൽ ഓഡിറ്റോറിയത്തിലാണ് ഇഫ്താർ സംഗമം നടത്തിയത്. വലിയ പറമ്പ് ഇടയിലക്കാട്ടിലെ പ്രധാന പാതയിൽ ഇരുചക്രവാഹനങ്ങളെ വീഴ്ത്തുന്ന തരത്തിൽ ഇളകിത്തെറിച്ച കരിങ്കൽ ചീളുകൾ നീക്കി അരികുറപ്പിച്ച് അധികൃതർ. സിറ്റി ചാനൽ ന്യൂസ് നൽകിയ വാർത്തയെ തുടർന്നാണ് നടപടി. മയക്കുമരുന്ന് മാഫിയകളെ തുറങ്കിലടക്കുക എന്ന ആവശ്യവുമായി BJP നീലേശ്വരം മണ്ഡലം കമ്മിറ്റി നൈറ്റ് മാർച്ച് നടത്തി. മണ്ഡലം ജനറൽ സെക്രട്ടറി രാജീവൻ ചീമേനി ഉദ്ഘാടനം ചെയ്തു. നാഷണൽ ക്വാളിറ്റി അഷ്യൂറൻസ് സ്റ്റാൻഡേർഡ് അംഗീകാരം 2ാം തവണയും നേടി വലിയപറമ്പ് കുടുംബാരോഗ്യ കേന്ദ്രം. ഇത്തവണ ജില്ലയിൽ ഏറ്റവും കൂടുതൽ സ്കോർ നേടിയാണ് NQS സ്വന്തമാക്കിയത്. സ്വാതന്ത്ര്യ കർഷക സംഘം കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഹജ്ജ് പഠന ക്ലാസ് സംഘടിപ്പിച്ചു. സ്വാതന്ത്ര്യ കർഷക സംഘം സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി C മുഹമ്മദ് കുഞ്ഞി ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.